സ്പേഡെക്സ് ഉപഗ്രഹങ്ങളുടെ സഞ്ചാരം പൂർവ്വസ്ഥിതിയിലാക്കി. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മുന്നോട്ടു പോയ ചെസർ സഞ്ചാര ദിശയിലാണ് കൃത്യമാക്കിയത്. പഴയതുപോലെ ഡോക്കിങ്ങിന് മുന്നോടിയായുള്ള അവസ്ഥയിലേക്ക് ഇന്ന് തന്നെ എത്തിക്കാൻ ആകും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, സ്പേഡെക്സ് ഉപഗ്രഹങ്ങളുടെ സഞ്ചാരം അത് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ മുന്നോട്ട് പോയ ചെസർ അതിൻ്റെ സഞ്ചാര ദിശയിലേക്ക് വീണ്ടും കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. പഴയതുപോലെ തന്നെ ഡോക്കിങ്ങിന് മുന്നോടിയായുള്ള അവസ്ഥയിലേക്ക് തന്നെ ഇന്ന് തന്നെ എത്തിക്കാനാകും എന്നാണ് ഇസ്രോയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ, അല്ലേ? തീർച്ചയായും നിഖിൽ, ഇന്ന് തന്നെ കൃത്യമായ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ രീതിയിലേക്ക് ഈ ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് ഈ സംവിധാനങ്ങൾ കൃത്യമായി അതിൻ്റെതായ പാതയിൽ, അതായത് ഇനീഷ്യലൈസേഷൻ പാത എന്ന് പറയുന്ന ആ സാങ്കേതിക അവസ്ഥയിലേക്ക്, സാങ്കേതിക കൃത്യതയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടന്നിരുന്നത്. ഇന്ന് തന്നെ അത് പൂർണ്ണമായും നടപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം, അതായത് 9-ാം തീയതി നടക്കേണ്ട ഡോക്കിംഗ് വളരെ കൃത്യമായി നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചു കൊണ്ടുവന്നത്. നമുക്കറിയാം, അതായത് 20 കിലോമീറ്റർ അകലത്തിൽ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഉപഗ്രഹങ്ങൾ ആ അകലം കുറച്ചു കൊണ്ടുവന്ന് 500 മീറ്റർ ആക്കുന്നത് വരെ വളരെ കൃത്യമായും കാര്യക്ഷമമായും അത് നടത്താൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കാവുന്നത്. അതിനുശേഷം 225 മീറ്ററിലേക്ക് താഴ്ത്തി, ആ 225 മീറ്ററിലേക്ക് താഴ്ത്തുന്ന ആ ഒരു പ്രോസസ് നടക്കുന്നതിനിടെയാണ് കൂടുതൽ ദൂരത്തേക്ക്, അതായത് ഉദ്ദേശിച്ചതിൽ കൂടുതൽ അടുത്തേക്ക് ഈ ഉപഗ്രഹങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഭ്രമണപഥത്തിന്റെ പോകുന്ന പഥത്തിന്റെ പാതയിലും ചെറിയ രീതിയിലുള്ള ചില വ്യതിയാനങ്ങളുണ്ടായി. ഇത് പരസ്പരം ഈ ഉപഗ്രഹങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത, ഡോക്കിംഗ് സമയത്ത് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വേഗത ആർജിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്കിംഗ് മാറ്റിയത്. നമുക്കറിയാവുന്നതാണ്, ഡോക്കിങ്ങിന് മുന്നോടിയായി ഈ രണ്ട് ഉപഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 1 സെന്റിമീറ്റർ മാത്രം സഞ്ചരിക്കുക, അതായത് 1 മിനിറ്റിൽ 60 സെന്റിമീറ്റർ മാത്രം സഞ്ചരിക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന അത്രയും ഒരു വേഗത മാത്രം ഉണ്ടാവുക, വളരെ ചെറിയ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ഈ മിനിറ്റിൽ ഒരു സെക്കൻഡിൽ 1 സെന്റിമീറ്റർ എന്ന അകലം ആർജിക്കുന്നതിലൂടെ ലഭ്യമാവുക. അത്തരത്തിൽ 1 സെക്കൻഡിൽ 1 സെന്റിമീറ്റർ അകലത്തിൽ സഞ്ചരിക്കുന്ന, വളരെ ചെറിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹം മറ്റ് ഉപഗ്രഹത്തിലേക്ക് കൃത്യമായി ഡോക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ, അത് കൃത്യമായ ഒരേ ദിശയിൽ ഒരേ പൊസിഷനിൽ കൃത്യമായി സഞ്ചരിക്കേണ്ടതുണ്ട്. അതിൽ ചില വീഴ്ചകൾ ഉണ്ടാകാനും, മാത്രമല്ല ഒരുപക്ഷെ ഈ ചെന്ന് അവിടെ ഡോക്ക് ചെയ്യുന്നതിന് പകരം വലിയൊരു കൂട്ടിയിടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിലൊരു കൂട്ടിയിടി ഉണ്ടാവുകയാണെങ്കിൽ 2 സാറ്റലൈറ്റുകളും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇനീഷ്യലൈസേഷൻ വഴിയിലേക്ക് വീണ്ടും ഇതിനെ കൊണ്ടെത്തിച്ചതിന് ശേഷം ഒരുപക്ഷെ പഴയതിനേക്കാൾ കൂടുതൽ 500 മീറ്ററിനേക്കാൾ കൂടുതൽ അകലത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിച്ചതിന് ശേഷം വീണ്ടും ഡോക്കിങ്ങിനുള്ള നീക്കങ്ങൾ നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഡോക്കിങ്ങിനുള്ള നീക്കങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദീകരണങ്ങൾ ഉടൻ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഐസണൊപ്പം തന്നെ, അതായത് ഇന്ന് ഇത് സഞ്ചാരപാതയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചാൽ, അതായത് ഡോക്കിങ്ങിന് മുന്നോടിയായുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് തന്നെ എത്തിച്ചാൽ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ നാളെയോ അതിനടുത്ത ദിവസമോ തന്നെ ഈ ഒരു ഡോക്കിംഗ് സാധ്യമാക്കാൻ സാധിക്കില്ലേ? ഇത് നിഖിൽ, നേരത്തെ സഞ്ചാരപാതയിലേക്ക് തന്നെ ഏതാണ്ടൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ചേസറിന്റെ വേഗതയേക്കാൾ അല്പം കൂടുതൽ വേഗതയിലാണ് ഈ ടാർഗറ്റ് സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായും ആ ടാർഗറ്റിന്റെ സഞ്ചാരപഥത്തിൽ ഉണ്ടാകുന്ന വേഗത സ്വാഭാവികമായും ഈ 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അത്തരത്തിൽ അകലം വർദ്ധിപ്പിക്കുന്നതിനെ, കുറച്ചു കൊണ്ടുവരുന്നതിനെ ചേസറിലെ ഓട്ടോമാറ്റിക് ത്രസ്റ്റർ സംവിധാനങ്ങൾ, അതായത് ഭൂമിയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാവുന്ന ത്രസ്റ്ററുകൾ, നോസിൽ ത്രസ്റ്ററുകളെല്ലാം തന്നെ പ്രവർത്തിപ്പിച്ച് വീണ്ടും അതിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുക. നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ, ഒരു റോഡിലൂടെ ഒരു വാഹനത്തെ മറികടക്കാൻ മറ്റൊരു വാഹനം പോകുന്ന അതുപോലെ, അതായത് 2 വേഗതയിൽ സഞ്ചരിക്കുകയും കൃത്യമായി എത്തുകയും ചെയ്യുക എന്നതാണ്. അത്തരത്തിൽ രണ്ടാമത് ആ വേഗത ആർജിക്കുന്നതിന്, കൂടുതൽ ആക്സലറേഷൻ ആർജിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനുള്ള ത്രസ്റ്റ് നോസിലുകളുടെ പ്രവർത്തനം കുറെ കൂടി ഉദ്ദേശിച്ചതിൽ കൂടുതൽ വേഗത ആർജിക്കുന്നതിന് കാരണമായി, അതായത് കുറെ കൂടി കൂടുതൽ ത്രസ്റ്റ് ഉണ്ടാക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അകലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വരുത്തുകയും ആ ട്രസ്റ്റിലുള്ള നിയന്ത്രണം വരുത്തുകയും അതിന്റെ ഡീവിയേഷൻ ട്രസ്റ്റുകളിൽ നിയന്ത്രണം വരുത്തുകയൊക്കെ ചെയ്തതിനു ശേഷം ഇത് പ്രായോഗികമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഡോക്കിംഗ് എന്ന് നടക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം വരേണ്ടതുണ്ട്. ഡോക്കിങ്ങിന് മുന്നോടിയായ ഇനീഷ്യലൈസേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കും, ഇന്ന് തന്നെ സാധിക്കും എന്ന് തന്നെയാണ് ISRO അറിയിച്ചിട്ടുള്ളത്. നിഖിൽ.
ശരി ഐസിൻ, സ്പാഡക്സ് ഉപഗ്രഹങ്ങളുടെ സഞ്ചാരം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മുന്നോട്ട് പോയ ചെസർ സഞ്ചാര ദിശയിലാണ് കൃത്യമാക്കിയത്. പഴയതുപോലെ ഡോക്കിങ്ങിന് മുന്നോടിയുള്ള അവസ്ഥയിലേക്ക് ഇന്ന് തന്നെ എത്തിക്കാൻ ആകും എന്ന പ്രതീക്ഷയിലാണ് ഇസ്രോ ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസിൻ ജോസ്.